അല്ലതമ്മ ഇഷ്ടംപോലെ പണം വരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ പറയുന്ന എല്ലാ വിഭാഗത്തിനും 5 പൈസ ഇല്ലാത്ത ഞങ്ങളല്ലേ, ഞങ്ങൾ പിരിവെടുത്തിലാണ് നടത്തുന്നത്. അപ്പോൾ ഈ കോർപ്പറേറ്റുകളുടെ സഹായമുള്ള എല്ലാ പാർട്ടിക്കും പൈസ വരുന്നുണ്ടാവും. അല്ലെങ്കിൽ ഈ കോടികൾ കൊടുക്കുന്നത് എങ്ങനെയാണ് മറിക്കുന്നത്? കയ്യിൽ നിന്ന് എന്തായാലും ആരും പൈസ എടുക്കില്ല, നമുക്കറിയാം. മുറിഞ്ഞ വിരലിന് ഉപ്പ് തേക്കില്ല എന്ന് പണ്ടത്തെ ആളുകൾ പറയാറുണ്ട്. ആ സ്വഭാവം തന്നെയാണ് ഇവരുടെ പലരുടെയും നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയി മറിച്ച് കൊടുക്കേണ്ടത് നടക്കണമെങ്കിൽ. മുഖ്യമന്ത്രി താങ്കൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കോൺഗ്രസ് നേതൃത്വം അല്ല, കോൺഗ്രസ് നേതൃത്വം സുധീറിൻ്റെ കൂടെയാണല്ലോ. പിന്നെ കോൺഗ്രസ് നേതൃത്വം എങ്ങനെയാണ് എനിക്കെതിരെ പറയാം? എനിക്കെതിരെ പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ അത് സുധീറിന് റിഫ്ലക്റ്റ് ആവില്ലേ? കോൺഗ്രസ് ലീഡർഷിപ്പ് തന്നെയാണ് ഈ പറയുന്ന പെങ്ങളുട്ടിൻ്റെ കാര്യമൊക്കെ ഞങ്ങളോട് പറയുന്നത്. നിങ്ങളെന്താ ഇതൊന്നും കേൾക്കാതെ പോകുന്നത്? എനിക്കറിയില്ല. നിങ്ങളിതൊന്നും അന്വേഷിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇവിടുത്തെ കോൺഗ്രസ്സിലെ പ്രബലമായ വിഭാഗം സുധീർ ജയിക്കും. എന്തേ AICC മെമ്പറായ സുധീറിനെ ഇതുവരെ പുറത്താക്കാത്തത്? അതൊന്നും ചോദിക്കേണ്ട. നിങ്ങൾ AICCയുടെ വലിയ ലീഡേഴ്സൊക്കെ ഇവിടെ ഉണ്ടല്ലോ. സുധീറിനെ ഇതുവരെ AICC കോൺഗ്രസ് നിന്ന് പുറത്താക്കുന്ന പോട്ടെ, സ്ഥാനത്തുനിന്ന് പോലും നീക്കിയിട്ടില്ല. അതിൻ്റെ അർത്ഥം എന്താ? AICCയും ഈ പറയുന്ന സുധീറിനെ ഒരു പരിധി വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നല്ലേ? കാരണം മറ്റേ സ്ഥാനാർത്ഥിക്ക് ഒരു സാധ്യതയില്ല എന്ന് UDF നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട്. അവർ ഔദ്യോഗികമായി നിർത്തിയിട്ടുള്ള രമ്യ ഹരിദാസിന് ഒരു സാധ്യതയും ഇവിടെ ഇല്ല എന്ന് കോൺഗ്രസ് ലീഡർഷിപ്പിന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി 10 വോട്ട് കിട്ടി ജയിക്കാൻ പോകുന്ന സുധീറിനെ കോൺഗ്രസ് നിന്ന് പുറത്താക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് AICC-ന്നെങ്കിലും. അതൊരു വസ്തുതയല്ലേ? ഇത്ര ദിവസമായി ഞങ്ങൾ പ്രചരണം തുടങ്ങിയിട്ട്. അപ്പോൾ അതൊരു വാസ്തവമാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ പിന്നെ UDF-ൻ്റെ പ്രബലമായൊരു വോട്ട് സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടെ എന്താ പറയുക, പലതുള്ളി പെരുവാളല്ലേ. അല്ല, PP ദിവ്യ വിഷയത്തിൽ CPM എടുത്ത നിലപാട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ എങ്ങനെയാണ് ജാമ്യം കിട്ടിയത്? 13 ദിവസം ഈ കണ്ണൂരിലും കാസർഗോഡുമായിട്ടുണ്ടായിട്ട് എങ്ങനെയാണ് കാണാതെ പോയത്? ഇവിടുന്ന് ഒരു മൊബൈൽ ഫോൺ കേരളത്തിൽ നിന്ന് മോഷ്ടിച്ച് പോയി ഗുജറാത്തിലേക്ക് ഒരുത്തൻ വണ്ടി കയറിയ ബോംബെയിലിട്ട് അറസ്റ്റ് ചെയ്യും കേരള പോലീസ്. അത്രയും സംവിധാനമുണ്ട്. ആ പോലീസ് 13 ദിവസം ദിവ്യയെ കണ്ടില്ലല്ലോ. മാമി പോയിട്ട് 14ാമത്തെ മാസമാണ്. കാണേണ്ടത് കാണും, മിനിറ്റ് വെച്ച് കാണും. കാണാത്തതൊന്നും കാണില്ല. അപ്പോൾ ഒരു കൂരാക്കൂരി ഇരുട്ടായിരിക്കും പോലീസിന്. ജാമ്യം കൊടുക്കുന്നത് എങ്ങനെ? കോടതി എങ്ങനെ ജാമ്യം കൊടുക്കുന്നത്? പ്രോസിക്യൂഷൻ്റെ ഫയൽ നോക്കിയിട്ടാണ്. കോടതിക്ക് അതിൻ്റെ മുകളിലൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. പ്രോസിക്യൂഷൻ കൊടുക്കുന്ന ഡോക്യുമെൻറ്റ്സ് പരിശോധിച്ചിട്ടാണ് കോടതി ജാമ്യം കൊടുക്കണോ കൊടുക്കണ്ടേന്ന് തോന്നും. അപ്പോൾ ജാമ്യം കൊടുക്കാവുന്ന എല്ലാ സാഹചര്യവും ഉണ്ടാക്കി പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ ബഹുമാനപ്പെട്ട കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് തന്നെയല്ലേ ദിവ്യ കേസിൽ നടന്നത്. അതിൻ്റെ ഒരു അന്വേഷണം നടന്നിട്ടുണ്ടോ? സാധാരണ ഇത്തരത്തിലുള്ള കേസുകളിൽ പ്രധാനമായിട്ടും പ്രോസിക്യൂഷൻ ഉന്നയിക്കുക, ജാമ്യത്തെ ഒബ്ജക്റ്റ് ചെയ്യുമ്പോൾ എന്താണ്, പ്രതികൾക്ക് പലതരത്തിലുള്ള സ്വാധീനവുമുണ്ട്, അതുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കും, അതുകൊണ്ട് ഒരു കാരണവശാലും ജാമ്യം കൊടുക്കരുത്. പ്രോസിക്യൂഷൻ്റെ ഈ ബെയിൽ ആപ്ലിക്കേഷൻ ഒബ്ജക്റ്റ് ചെയ്യുമ്പോൾ പ്രധാന വാദം അതാണ്. ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ള നേതാക്കളും പ്രവർത്തകരുമായി ബന്ധമുള്ള ഒരു വ്യക്തിയാണ് ഇതിലെ പ്രതി. സ്വാഭാവികമായും അവരെ പുറത്തു വിട്ടാൽ ആ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് തൊട്ടിട്ട് അവർ ജാമ്യം എന്താ പറയുക തെളിവ് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഉറപ്പല്ലേ? അതാര് പറയണം? ആരാ കോടതിയോട് പറയണം? പറയേണ്ടത് പ്രോസിക്യൂഷനാണ്. ആരാ പ്രോസിക്യൂഷൻ? പ്രോസിക്യൂഷൻ ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് അങ്ങനെ ഒരു വാദം തന്നെ എടുത്തില്ലല്ലോ. പിന്നെ അവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് പറയാൻ പറ്റുമോ ഇവർ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് എനിക്ക് ജാമ്യം തരാൻ പറ്റില്ല എന്ന് ഒരു ജഡ്ജിക്ക് പറയാൻ കഴിയില്ല. അപ്പം പ്രോസിക്യൂഷനാണ് അവരെ ജാമ്യം കൊടുത്ത് ഈ പറയുന്ന ഗവൺമെൻറ്റാണ് അവരെ പുറത്തിറക്കിയത്. ഇപ്പം എന്താണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറഞ്ഞിട്ടുണ്ടല്ലോ, അവർ കോടതിയിൽ പോകാൻ പോവാണ്. ഞാൻ അവരെ കണ്ടെന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അന്ന് ഞാൻ പറഞ്ഞ എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് എടുത്തു നോക്കിയാൽ കാണാം. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് സംഭവിക്കുന്നു, കോടതിയിൽ പോകേണ്ടി വരും. അവർ കോടതിയിൽ പോവുകയാണെങ്കിൽ അവർക്ക് പിന്തുണ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നവീൻ ബാബുവിൻ്റെ ബ്രദറുമായിട്ട് പ്രവീണുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കോടതിയിൽ ഈ പറയുന്ന കേസ് റിട്ട് പെറ്റീഷൻ പോകാൻ വേണ്ടി അവർ തീരുമാനിച്ചിട്ടുണ്ട്. അവർക്കുള്ള എല്ലാ പിന്തുണയും DMK
നിയമപരമായിട്ടുള്ള പിന്തുണയും കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ ഒരു MLA നിലക്ക് ആ കേസ് ഒരു കോടതിയിൽ ഫയൽ ചെയ്താൽ പിറ്റേ ദിവസം PV Anwar MLA ഒരു MLA എന്ന നിലക്ക് അതിൽ കക്ഷി ചേരാൻ നോട്ടീസ് കൊടുക്കും. എൻ്റെ അടുത്തും കുറേ തെളിവുകളുണ്ട്. പക്ഷെ അത് കോടതിയിൽ പോകുന്നത് ഈ ജാമ്യം കിട്ടിയതിനെതിരല്ലോ, ഈ അന്വേഷണ പുരോഗതി, അന്വേഷണം നല്ല രീതിയിൽ നടത്തുന്നത്, അത് ഫോളോ ചെയ്യാതിന്റെ ആ വിഷയമായിട്ടല്ലേ? അല്ല, അത് രണ്ടും വരും. അന്വേഷണം നല്ല രീതിയിൽ നടന്ന് പ്രോസിക്യൂഷൻ നല്ല രീതിയിൽ അതിനെ ഒപ്പോസ് ചെയ്തില്ലെങ്കിൽ ജാമ്യം കിട്ടില്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണം വഴി തിരിച്ചു വിടുന്നു എന്നത് വളരെ കൃത്യമായി കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിക്കും. ഞാനീ പറഞ്ഞ 4-5 കേസിൽ, സ്വർണ്ണ പൊട്ടിക്കൽ കേസിലും പ്രധാൻ ബാസിലും മാമി കേസിലും ഈ പറയുന്ന നമ്മുടെ സ്വാമിയുടെ ആശ്രമം കത്തി കേസിലും എന്ത് നടപടിയുണ്ടായത്? ഒക്കെ ഇങ്ങനെ കാണിക്കല്ലേ, ഒരു ഇമ്പാക്റ്റ് ഇങ്ങനെ കാണിക്കും. ഇതാ എന്തോ ചെയ്യാൻ പോകുന്നു, ഒന്നും ചെയ്യില്ല. എവിടെ ADGP അജിത് കുമാർ ആരെങ്കിലും അറിയുന്നുണ്ടോ, ചർച്ച ചെയ്യുന്നുണ്ടോ? അതൊരു ഓളത്തിൽ കത്തിക്കയറി പിന്നെ നടപടികൾ മെല്ലെ സ്ലോ ആവും. ഇപ്പോൾ IAS വിഷയം ഗോപാലകൃഷ്ണൻ്റെ എത്ര ദിവസം ഉണ്ടായി? അപ്പം നമ്മളെല്ലാവരും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് തിരക്കില്ല. അപ്പം സ്വാഭാവികമായിട്ടും മാധ്യമങ്ങളുടെ ശ്രദ്ധ മറ്റൊരു മേഖലയിലേക്ക് തിരിയുമ്പോൾ ഈ പറയുന്നത് ഇതൊക്കെ ബൈപ്പാസ് ചെയ്ത് പോകും. അത് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. AC മൊയ്തീൻ മറുപടി പറയട്ടാണ് എന്താ പറയാത്തത്? ഞാനിവിടെ ഇരുന്നാണല്ലോ അങ്ങോട്ട് പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ AC മൊയ്തീൻ നിഷേധിക്കട്ടെ. എന്താ നിഷേധിക്കാത്തത്? അൻവർ പറഞ്ഞത് പച്ചക്കള്ളമാണ്. അൻവറിനെതിരെ ഞാൻ കേസ് കൊടുക്കും, മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. പറഞ്ഞോ? കൊടുത്തോ? പറയട്ടെന്ന്. അപ്പോൾ ഒരു വസ്തുതയില്ലാതെ ഇവിടെ വരുന്നുണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ പോലെ ഈ എന്ത് കൊടാലിയ, വായില്ലാ കൊടാലിയാണെങ്കിൽ വായില്ലാ കൊടാലിക്കെതിരെ നടപടി സ്വീകരിക്കട്ടെ എന്ന്. ആശുപത്രിയിൽ പോയിട്ട് മെഷീൻ ഉണ്ടോ നോക്കിയാൽ കേസ്, അതിന് കേസാണ്. അപ്പോൾ ഇത്തരം കാര്യത്തിനൊന്നും കേസുമില്ല, നോട്ടീസുമില്ല, ഒന്നുമില്ല. ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പോൾ എന്താ പറയുക, സുധീറിൻ്റെ പ്രവർത്തനത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുകയാണ്. ഇല്ല, കൊട്ടിക്കലാശത്തിൽ ഒന്നുമില്ല. ഞങ്ങളിപ്പോൾ ഫീൽഡ് വർക്കിലേക്ക് മാത്രമായിട്ട് മാറി. ആളുകളെ നേരിട്ട് കാണുക, ജനങ്ങളോട് കാര്യങ്ങൾ പറയുക, സംസാരിക്കുക, ഇത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ ആപ്ലിക്കേഷൻസ് 15-ാം തീയതി ക്ലോസ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിലപ്പുറമുള്ള എന്താ പറയുക ആവശ്യക്കാരാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കാൻ ജെന്യുവിൻ ആളുകൾ മണ്ഡലത്തിലുണ്ടെങ്കിൽ 15-ാം തീയതിക്ക് മുന്നേ DMKയുടെ ഓഫീസ് ഈ പറയുന്ന ചേലക്കര ടൗണിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വിജയ് ടെക്സ്റ്റൈൽസിൻ്റെ മുകളിലുണ്ട്. അവിടെ എത്തിക്കണം എന്നുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കും.